നമ്മൾ ട്രീറ്റ്മെൻറ്റ് ഓർഗനൈസർ ക്രിയേറ്റീവ് ഹെൽത്ത് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ വന്നിരുന്നു. എല്ലാവരും അപ്ലൈ ചെയ്തെന്ന് വിചാരിക്കുന്നു. അതിൻ്റെ MCQ സീരീസ് ഇന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ പ്രൈമറി ഫംഗ്ഷൻ ഓഫ് ദ ലങ്സ്? ഓപ്ഷൻ എ ഡൈജഷൻ ഓഫ് ഫുഡ്, ഓപ്ഷൻ ബി ഫിൽട്രേഷൻ ഓഫ് ബ്ലഡ്, ഓപ്ഷൻ സി എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ്, ഓപ്ഷൻ ഡി പ്രൊഡക്ഷൻ ഓഫ് ഹോർമോൺസ്. ആൻസർ ഓപ്ഷൻ സി എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ്. Primary function of the lungs is to exchange oxygen and carbon dioxide between the blood streams and the environment during respiration. Next question, how many lobes are present in the right lung? Option A 2, option B 3, option C 4, option D 5. Answer option B 3. റൈറ്റ് ലങ്സിന് 3 ലോബ്സ് ഉണ്ട്, സുപ്പീരിയർ, മിഡിൽ ആൻഡ് ഇൻഫീരിയർ ലോബ്സ്. അതേസമയം നമ്മുടെ ലെഫ്റ്റ് ലങ്സിന് 2 ലോബ്സേ ഉള്ളൂ. അതെന്തുകൊണ്ടായിരിക്കാം? നമ്മുടെ ലെഫ്റ്റ് സൈഡിലല്ലേ ഹേർട്ട് കുറച്ച് ലെഫ്റ്റ് സൈഡിലേക്ക് ടിൽറ്റ് ചെയ്ത് ലെഫ്റ്റ് പോർഷൻ ലങ്സിൻ്റെ ആ പോർഷനിലല്ലേ ഇരിക്കുന്നത്. ഹേർട്ടിന് സ്പേസ് പോയതുകൊണ്ടാണ് ലെഫ്റ്റിന് 2 ലോബ്സ് മാത്രമായിട്ട് സ്പേസ് കൺസ്ട്രെയിൻ ചെയ്തിരിക്കുന്നത്. ദ റൈറ്റ് ലങ് ഹാസ് 3 ലോബ്സ്, ദ സുപ്പീരിയർ, മിഡിൽ ആൻഡ് ഇൻഫീരിയർ ലോബ്സ്. ദ ലെഫ്റ്റ് ലങ് ഹാസ് ഓൺലി 2 ലോബ്സ് ഡ്യൂ ടു സ്പേസ് കൺസ്ട്രെയിൻസ് ഫ്രം ദ ഹേർട്ട്. What structure separates the lungs from the abdominal cavity? Option A pleura, option B rib cage, option C diaphragm, option D intercostal muscles. ലങ്സിന് അബ്ഡോമിനൽ ക്യാവിറ്റിയിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യുന്ന സ്ട്രക്ചർ ഏതാണ് ഇതിൽ? ആൻസർ ഓപ്ഷൻ സി ഡയഫ്രം ആണ്. ഡയഫ്രം ആണ് തൊറാസിക് ക്യാവിറ്റിയും ലങ്സ് ഓട്ടോക്ക് അടങ്ങിയിരിക്കുന്ന തൊറാസിക് ക്യാവിറ്റിയും അബ്ഡോമിനൽ ക്യാവിറ്റിയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്ന മസിൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഡയഫ്രം ആണ്. ദി ഡയഫ്രം ഈസ് എ ഡോം ഷേപ്ഡ് മസിൽ ദാറ്റ് സെപ്പറേറ്റ്സ് ദ thoracic cavity where the lungs are located from the abdominal cavity and aids in breathing help ചെയ്യുന്നു. The trachea divides into 2 primary branches at which level of the vertebrae? Option A C5, option B T4 T5, option C L1, option D T10. Answer option B T4 T5. The trachea bifurcates into the left and right primary branches at the level of the sternal angle, which correspond to T4 T5 vertebrae. What is the name of the membrane that covers the lungs? Option A peritoneum, option B pleura, option C pericardium, option D endothelium. Answer option B pleura. പ്ലൂറ എന്ന് പറഞ്ഞ ഒരു ഡബിൾ ലെയർഡ് ലങ്സിന് കവർ ചെയ്യുന്ന മെംബ്രെയിൻ്റെ പേരാണ് പ്ലൂറ. ഡബിൾ ലെയർ മെംബ്രെയിൻ ആണ്. ദ പ്ലൂറ ഈസ് എ ഡബിൾ ലെയർഡ് മെംബ്രെയിൻ ദാറ്റ് സറൗണ്ട്സ് ദ ലങ്സ്. The parietal pleura lines the thoracic cavity while the visceral pleura covers the lungs. അതായത് 2 ലെയേഴ്സ് ഉണ്ട് നമ്മൾ പറഞ്ഞല്ലോ. അതിൽ ഒന്നെന്ന് പറയുന്ന അകത്തെ വിസറൽ പ്ലൂറ എന്ന് പറയുന്ന ലങ്സിനെ കവർ ചെയ്യുന്നു. ദെൻ ദ പുറമേയുള്ള പാരിയേറ്റൽ പ്ലൂറ ഓൾ ദ തൊറാക്സിക് കാവിറ്റിക്ക് ലൈനിങ് ആവുന്നു. അങ്ങനെ ഡബിൾ ലെയർഡ് സ്ട്രക്ചറാണ് പ്ലൂറ വിച്ച് കവേഴ്സ് ദ ലങ്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ സ്മോൾ എയർ സാക്സ് ഇൻ ദ ലങ്സ് വെയർ ഗ്യാസ് എക്സ്ചേഞ്ച് ഒക്കേഴ്സ് ആർ കോൾഡ്? ഓപ്ഷൻ എ ബ്രോഞ്ചിയോൾസ്, ഓപ്ഷൻ ബി ആൽവിയോളൈ, ഓപ്ഷൻ സി കാപ്പിലറീസ്, ഓപ്ഷൻ ഡി ലോബ്യൂൾസ്. ആൻസർ ഓപ്ഷൻ ബി ആൽവിയോള. ആൽവിയോള എന്ന് പറഞ്ഞെങ്കിൽ ഒരു എയർ ലൈക്ക് സാക്സ് ആണ്. ചെറിയ സാക്സ് പോലെയുള്ള സ്ട്രക്ചർ, അതായത് ചെറിയ ഒരു ബാഗ് ലൈക്ക് സ്ട്രക്ചറാണ്. അതാണ് ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡും എക്സ്ചേഞ്ച്. തിൻ ലെയർ ആണ്, ഒരു ഒറ്റ ലെയർ മാത്രമേ അതിനുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് അവിടെ നടക്കണം. ഒന്ന് ലങ്സിൽ നിന്ന് ബ്ലഡിലേക്കും, ബ്ലഡിൽ നിന്ന് ലങ്സിലേക്കും ഓക്സിജൻ്റെയും കാർബൺ ഡൈ ഓക്സൈഡിൻ്റെയും എക്സ്ചേഞ്ച് നടക്കുന്നത് ആൽവിയോളൈ ത്രൂ ആണ്. സോ ആൽവിയോള എന്ന് പറഞ്ഞൊരു സ്മോൾ ബാഗ് ലൈക്ക് സ്ട്രക്ചറാണ്. Alveoli are microscopic air sacs in the lungs where oxygen and carbon dioxide are exchanged between the air and blood. Next question, what is the main blood vessel that carries deoxygenated blood from the heart to the lungs? Option A pulmonary vein, option B aorta, option C pulmonary artery, option D superior vena cava. ആൻസർ ഓപ്ഷൻ സി പൾമണറി ആർട്ടറി ആണ്. പൾമണറി ആർട്ടറി ആണ് ഹേർട്ടിൽ നിന്ന് ലങ്സിലേക്ക് ഓക്സിജനേഷന് വേണ്ടി ഡിയോക്സിജനേറ്റഡ് ബ്ലഡ് ക്യാരി ചെയ്യുന്നത്, അതായത് റൈറ്റ് വെൻട്രിക്കിൾ ഓഫ് ദ ഹേർട്ടിൽ നിന്ന്. പൾമണറി ആർട്ടറി carries deoxygenated blood from the right ventricle of the heart to the lungs for oxygenation. What is the approximate total surface area of the alveoli in an adult's lungs? Option A 10 square meters, option B 50 square meters, option C 70 square meters, option D 100 square meters. ആൻസർ ഓപ്ഷൻ സി 70 സ്ക്വയർ മീറ്റേഴ്സ് ആണ്. ആൽവിയോളയുടെ അപ്രോക്സിമേറ്റ് ഒരു ഏരിയ എന്ന് പറയുന്നത് 70 സ്ക്വയർ മീറ്റേഴ്സ് ആണ്. The total surface area of the alveoli is approximately 70 square meters, which facilitates efficient gas exchange. നമ്മളവർക്ക് ഇത്രയും ചെറിയ മൈക്രോസ്കോപ്പിക് ബാഗിലേക്ക് സ്ട്രക്ചറിന് ഇത്രയൊക്കെ ഏരിയ ഉണ്ടോ എന്ന് ആലോചിക്കാം. ബട്ട് അത് അങ്ങനെയാണ്, അത്രയും ഏരിയാസ് കുറഞ്ഞ് കാണാൻ വേണ്ടി. ഇപ്പോൾ സ്പെറിക്കൽ ഷേപ്പൊക്കെ സർഫസ് ഏരിയ കുറഞ്ഞ് കാണിക്കുന്ന ഷേപ്പാണല്ലോ. അപ്പോൾ അങ്ങനെ ഏരിയാസ് കുറഞ്ഞ് കാണിക്കുന്ന ഷേപ്പിൽ ആണെങ്കിൽ കൂടി കൂടുതൽ ഏരിയാസ് ഉണ്ടെങ്കിലാണ് ഗ്യാസ് എക്സ്ചേഞ്ച് നന്നായിട്ട് നടക്കുക.
Next question, which part of the lung is the hilum located? Option A, apex. Option B, base. Option C, medial surface. Option D, lateral surface. Answer option C, medial surface ആണ്. Hilum is located on the medial surface of the lungs. It is the site where blood vessels, bronchi, lymphatics and nerves enter and exit the lungs. Next question, what structural features prevents the trachea from collapsing? Option A, muscular walls. Option B, elastic fibers. Option C, cartilaginous rings. Option D, dense connective tissue. ആൻസർ ഓപ്ഷൻ സി, കാർട്ടിലേജിനസ് റിങ്സ്. നമുക്കറിയാം നമ്മുടെ ചുറ്റുമുള്ള റിബ്സ് ഉണ്ടല്ലോ, റിബ് കേജ്, ആ കാർട്ടിലേജിനസ് റിങ്സ് കാരണമാണ് നമ്മുടെ ലങ്സ് ആ ഒരു ഷേപ്പിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് നിൽക്കുന്നത്. ദ ട്രക്കിയ is supported by C-shaped cartilaginous rings that maintain its shape and prevent it from collapsing during respiration. കാരണം പ്രഷർ വേരിയേഷൻ വരുമ്പോൾ ലങ്സ് കൊളാപ്സ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ അതിൽ നിന്ന് നമ്മൾ പ്രിവെൻറ്റ് ചെയ്ത് നമ്മുടെ സ്ട്രക്ചർ പ്രൊവൈഡ് ചെയ്യുന്നത് റിബ് കേജ് ആണ്. ഇന്നത്തെ ഈ വീഡിയോ കഴിഞ്ഞു. താങ്ക് യു സോ മച്ച്.